മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 78. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പ്രഥമനാണ്, ഒന്നാമനാണ് എന്ന് പറഞ്ഞ ഭാഗം. അതായത് മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലെ എന്ന അർത്ഥത്തിലാണ്. كما أن الآية أيضا تدل على أن الرسول أول من يبادر إلى امتثال أمر الله سبحانه وتعالى. അത് മാത്രമല്ല, ഈ ആയത്ത് ഇതും അറിയിക്കുന്നു, തദുല്ലു അത് അറിയിക്കുന്നു, അല എന്തിന്മേൽ, അന്ന റസൂല നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മൻ യുബാദിറു ഇലാ ഇംതിസാലി അംരില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നിറവേറ്റുന്നതിൽ, അത് ശിരസ വഹിക്കുന്നതിൽ ആദ്യം ഉണരുന്ന വ്യക്തിത്വമാണ്. ആ അർത്ഥത്തിലും വ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാം. വ അന്നഹു ലാ യതഅഖറു അൻ ഇംതിസാലി അംരില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയിൽ നിന്ന് അത് പിന്നോട്ട് വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാവുകയില്ല, പിന്നോട്ട് വെക്കുകയില്ല എന്നതാണ്, പിന്തിപ്പിക്കുകയില്ല. ഫകദാലിക യജിബു അലൽ മുസ്ലിമി അല്ലാ യതഅഖറ അനിൽ ഇംതിസാലി വൽ മുബാദറതി ഇദാ അമറഹു അല്ലാഹു ബിശൈഇൻ യകൂനു മിൻ അവ്വലി മൻ യഫ്അലു ദാലിക്. മിൻ എന്നാണ് സാധ്യത. അപ്രകാരം തന്നെ മുസ്ലിം എന്ത് ചെയ്യണം? അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ആദ്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടണം. അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിക്കുന്നതിൽ, അത് പാലിക്കുന്നതിൽ പിന്നോട്ടടിക്കാൻ പാടില്ല എന്നതാണ്. ഫമൻ അമറ ബിശൈഇൻ മിനൽ മഅറൂഫി വത്തഅഹ്, അപ്പോൾ നന്മ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യം ആരെങ്കിലും, ഫമൻ ഉമിറ കൽപ്പിക്കപ്പെട്ടാൽ, ഫഇന്നഹു യജിബു അലൈഹി അൻ യകൂന അവ്വലു മൻ യഫ്അലഹു, അപ്പോൾ അവനെന്ത് ചെയ്യണം? അത് ആദ്യം പ്രവർത്തിക്കുന്ന ആളാവൽ നിർബന്ധമാണ്. കാരണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഖാല വഖൗലുഹു ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന വചനം, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയം നാം താങ്കൾക്ക് അൽ കൗസർ, ഹൗദുൽ കൗസർ, അല്ലെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞതാണ് ഫസ്വല്ലി, അതിനാൽ നീ താങ്കൾ നമസ്കരിക്കൂ, സ്വലാഹ് നിർവഹിക്കൂ, ലിറബ്ബിക താങ്കളുടെ റബ്ബിന്, വൻഹർ താങ്കൾ ബലി അർപ്പിക്കുകയും ചെയ്യുക. ആർക്ക്? റബ്ബിന്. ഹദാ അംറു മിനല്ലാഹി ലിനബിയിഹി അൻ യുഖ്ലിസ സ്വലാത്തു ലില്ലാഹി അസ്സ വജൽ, ഇത് അള്ളാഹുവിൽ നിന്ന് നബിക്കുള്ള കൽപ്പനയാണ്. എന്ത്? നിസ്കാരം, സ്വല അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കാൻ. വഅൻ യുഖ്ലിസ നഹ്റ, അതേപോലെ ബലിയും അള്ളാഹുവിന് വേണ്ടി മാത്രം തനിച്ചാക്കാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമേ ബലി അർപ്പിക്കാൻ പാടുള്ളൂ. വഹുവ നഹർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദബ്ഹു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിനുള്ള അറവാണ് ദബ്ഹ്, ബലി. ഖാലു, അവർ പറഞ്ഞു, വഹദാ ശുക്റുൻ ലില്ലാഹി സുബ്ഹാനഹു വതആല ലിമാ അഅതാഹുൽ കൗസർ, പണ്ഡിതന്മാർ പറഞ്ഞു വിശദീകരിച്ചതാണ്. ഇത് ബലിയർപ്പിക്കാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ കൗസർ നൽകിയതിന് നന്ദിയായിട്ട്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അമറഹു അൻ യഷ്കുറഹു അലാ ഹാദിഹി നിഅമത്തിൽ അദീമത്തി, ഈ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാൻ. ബി അൻ യുസല്ലി വയദ്ബഹു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിന് മാത്രം സ്വല നിസ്കാരം നിർവഹിച്ചുകൊണ്ടും ദബ്ഹ് നഹർ നിർവഹിച്ചുകൊണ്ടും ബലി. വലിഹാദാ റബത ബിമാ ഖബലഹു ബിഫാഇസ് സബബിയത്തി, അതുകൊണ്ടാണ് ഫസ്വല്ലി എന്ന് സബബിയത്തിൻ്റെ അതിന് വേണ്ടി എന്നുള്ള ആ കാരണത്തിൻ്റെ ഫാ ബന്ധിപ്പിച്ചത്, ഫസ്വല്ലി എന്ന് പറഞ്ഞത്. ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന് കഴിഞ്ഞിട്ട് ഫസ്വല്ലി എന്ന് പറയാൻ കാരണം ഫ ചേർത്ത്. വൽ കൗസറു നെഹ്റും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നദിയാണ് അൽ കൗസർ. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ഹുവൽ ഖൈറുൽ കസീർ, ധാരാളം അനുഗ്രഹം, ധാരാളം നന്മ എന്ന അർത്ഥത്തിൽ. ഫഹാദാ മിൻ ബാബി ശുക്രില്ലാഹി സുബ്ഹാനഹു വതആല ഹാദിഹി നിഅമ, അപ്പോൾ ഇത് അള്ളാഹു ഈ നിഅമത്ത് ചെയ്തതിനുള്ള നന്ദി എന്ന അർത്ഥത്തിലാണ്. അല ഇഅ്താഇഹി അൽ കൗസർ, അൽ കൗസർ നബിക്ക് നൽകിയതിന്മേൽ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തുടർന്ന് അള്ളാഹു പറഞ്ഞതാണ്, നിശ്ചയം താങ്കളുടെ ഷാനി, അവനാണ് വാലറ്റവൻ, അവനാണ് വംശമറ്റവൻ, വാലറ്റവൻ എന്ന്.
അപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് കാനൽ കുഫാറു യദുമ്മൂന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, കാഫിരീങ്ങൾ സത്യനിഷേധികൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. യഖൂലൂന, അവർ പറയുമായിരുന്നു, ഇന്നഹു അബ്തർ, നിശ്ചയം അയാൾ വാലറ്റവനാണ്, ലൈസ ലഹു ദുരിയ, അയാൾക്ക് സന്തതികളില്ല. അപ്പോൾ ആൺമക്കളൊക്കെ ഒന്നുമില്ലല്ലോ, ആൺമക്കളൊക്കെ പിന്നെ ആരും നിലനിന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലൈസ ലഹു മാലുൻ, അയാൾക്ക് സമ്പത്തില്ല. വൈന്നഹു ഇദാ മാത സയന്തഹി ദിക്റുഹു, അയാളെ മരിച്ച അയാളെ സ്മരണയ്ക്ക് അതോടുകൂടി അവസാനിച്ചു എന്നാണ് കാഫിറുകൾ പറഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഷാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, അവർ പറഞ്ഞിരുന്നതാണ്, ഖുർആൻ പറയുന്നതാണിത്. എന്ത് അവർ പറഞ്ഞതായിട്ട് കവി നബിയെക്കുറിച്ച്, നതറബ്ബസു ബിഹി, അവനെ കൊണ്ട് നാം പ്രതീക്ഷിക്കുന്നു, കാക്കുന്നു, എന്ത് റൈബൽ മനൂൻ, കാലയുഗത്തിൻ്റെ ആശങ്ക. അത് കാലയുഗത്ത് അവന് ബാധിക്കുകയും അവൻ നശിക്കുകയും ചെയ്യും. പിന്നെ അതോടുകൂടി അവൻ അവസാനിക്കും, അവന് ദുരിയത്ത് സന്തതികളൊന്നുമില്ല, അതുകൊണ്ട് അവൻ്റെ സ്മരണ പിന്നെ നിലനിൽക്കൂല എന്നാണ് കാഫിറുകൾ വിചാരിച്ചത്. അവരങ്ങനെ പറഞ്ഞിരുന്നു. അല്ലാഹു ജല്ല വഅല യഖൂൽ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നിശ്ചയം താങ്കളുടെ ഷാനി ആണ് അബ്തർ, വാലറ്റവൻ എന്ന്. അമാ അൻത ഫലസ്ത ബി അബ്തർ, താങ്കൾ അങ്ങ് വാലറ്റവനല്ല. സയസ്തമിറു ദിക്റുക്, താങ്കളുടെ സ്മരണ കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട്. വയസ്തമിറു അമലിക്, താങ്കളുടെ അമൽ നിലനിൽക്കും, കണ്ടിന്യൂ ചെയ്യും. വത്തസ്തമിറു ദഅവത്തുക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ താങ്കളുടെ ദഅവത്ത്, പ്രബോധന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫലം തുടരും. വസദഖല്ലാഹുൽ അദീം, മഹാനായ അള്ളാഹു സത്യം പറഞ്ഞു. ഐന ദിക്റു അബീ ജഹൽ, അബൂജഹലിൻ്റെ സ്മരണ എവിടെ? ഐന ദിക്റു അബീ ലഹബിൻ്റെ സ്മരണ എവിടെ? ഐന ദിക്റു സ്വനാദിദുൽ കുഫാർ, കാഫിരിങ്ങളുടെ നേതാക്കന്മാരുടെ സ്മരണ എവിടെ? ഇൻഖത, അതൊക്കെ മുറിഞ്ഞുപോയി. വല യദ്കുറൂന ഇല്ലാ ബിദ്ദം, ആക്ഷേപം കൊണ്ടല്ലാതെ അവർ സ്മരിക്കപ്പെടുന്നില്ല. വല യുദ്കറൂന ഇല്ലാ ബിദ്ദം, അവർ ആക്ഷേപം കൊണ്ടല്ലാതെ സ്മരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ അബൂലഹബിനെ സ്മരിക്കുന്നുണ്ട്, എങ്ങനെ? ആക്ഷേപമായിട്ടാണ്. തബ്ബത് യദാ അബീ ലഹബ്, ഖുർആനിൽ തന്നെ ആക്ഷേപിച്ചു. വൽ അയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. അമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യുദ്കറു ബിൽ ഖൈരി വസ്സന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ നന്മ കൊണ്ടും കീർത്തി കൊണ്ടും സ്മരിക്കപ്പെടുന്നു. വയുദ്കറു ബികുല്ലി ഫദീല, എല്ലാ ശ്രേഷ്ഠതകൾ കൊണ്ടും, അതായത് സൃഷ്ടിക്ക് ബാധകമായ എല്ലാതരം ശ്രേഷ്ഠതകൾ കൊണ്ടും എന്ത് ചെയ്യുന്നു? സ്മരിക്കപ്പെടുന്നു. വദഅവതുഹു ബാഖിയ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, പ്രബോധനം, അത് അവശേഷിക്കുന്നു, ആ ദഅവത്തിൻ്റെ ഫലങ്ങൾ അവശേഷിക്കുന്നു. വദീനുഹു ബാഖി, ആ നബിയുടെ ദീൻ, അള്ളാഹു സമ്മാനിച്ച ദീൻ, അത് അവശേഷിക്കുന്നതാണ്. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അലാ മർജി സമാൻ, കാലം കറങ്ങുവാണ്. ബൈനമാ തതഹാവൽ അൽ മദാഹിബുൽ ഉഖ്റ വതതസാഖതു, മറ്റ് ഇസങ്ങളും മദ്ഹബുകളും ഒക്കെ, ഇസ്ലാമല്ലാത്തവ, ഇസ്ലാമേതര ഇസങ്ങൾ, മതങ്ങൾ, അതൊക്കെ വീഴുകയും പൊളിയുകയും ചെയ്യുമ്പോൾ, വഇൻ ഖവൈത ഷൗകതഹാ ഫി ബഅദിൽ അഹ്യാൻ, വഇൻ ഖവിയത്ത് ഷൗകതുഹാ ഫി ബഅദിൽ അഹ്യാൻ, ചില അവസരങ്ങളിൽ മറ്റ് മതങ്ങളുടെ അല്ലെങ്കിൽ ഇസങ്ങളുടെ അവയുടെ ഷൗക്കത്ത് ചിലപ്പോൾ ശക്തമാണെങ്കിലും, ഇല്ല അന്നഹ തതഹാവ, എന്നാൽ അത് പൊളിയും എന്നല്ല. വദീനുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യതജദ്ദദു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ, അത് എന്താവും? നവമായിട്ട്, ആ നവോന്മേഷത്തോടെ ജദീദായിട്ട് നിലനിൽക്കുമെന്നാണ്. ഉൻദുറു ഇല ശുയൂഇയ്യ ഫി വഖ്തിന അൽ ഹാദിർ, നമ്മുടെ ഈ കാലത്തെ ഷിയാക്കളെ നോക്കൂ. മാദാ ബലഗത് മിനൽ ഖുവ്വതി വൽ ഇർഹാബി വ ഇഖാഫത്തിൽ അലം, അവർ ആ ഭയപ്പെടുത്തൽ കൊണ്ടും ശക്തി കൊണ്ടും ലോകത്തെ ഭയപ്പെടുത്തൽ കൊണ്ടും അത് എവിടെ എത്തി? വഫീ ഫത്രത്തിൻ വജീസത്തിൻ ദാബത്ത് കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പിട്ടതുപോലെയായി. വഅൈന ഹിയൽ ആൻ, അതിപ്പോൾ എവിടെ? ലാക്കിൻ ദീനുൽ ഇസ്ലാം ലാ യസാൽ, ഇസ്ലാം ദീൻ അത് തുടരുന്നു. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. യുദ്ഹിറു വയതജദ്ദദു, അത് വെളിവാകുന്നു, അത് നവമായിരിക്കുന്നു. വലൗ ളഅഫ അഹ്ലുഹു, അതിൻ്റെ അഹ്ലുകാർ മുസ്ലിങ്ങൾ ദുർബലരായാലും, ഇല്ല അന്നഹു ഹുവ ബിനഫ്സിഹി വലില്ലാഹിൽ ഹംദ് ദീനുൻ യതജദ്ദദു വയുദ്ഹിറു ഫി മർരി സമാൻ വമർരിൽ മക്കാൻ, ദേശകാല വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും അത്
വെളിപ്പെട്ടുകൊണ്ടും പുതുതായിക്കൊണ്ടും ഇരിക്കും. അത് സ്വന്തം നിലക്ക് തന്നെ. വമിന് അഷാഹിദു മിനൽ ആയ, ഈ ആയത്തിലുള്ള ഷാഹിദ് എന്നത് സാക്ഷ്യം. ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയം എൻ്റെ സ്വല, എൻ്റെ നിസ്കാരം, വനുസുക്കി എൻ്റെ ബലികർമ്മങ്ങളും എന്നത്. അതേപോലെ ഒമിനിൽ ആയത്തി ഫസ്വല്ലി റബ്ബിക വൻഹർ, അതിനാൽ നീ സ്വല നിസ്കാരം നിർവഹിക്കുകയും താങ്കളുടെ റബ്ബിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ടായത്തും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അന്നല്ലാഹ ജല്ല വഅല ഖറന നഹ്റ ബിസ്വലാത്തി ഫിൽ ആയത്തൈൻ, ഈ രണ്ടായത്തിലും സ്വല നിസ്കാരത്തെ നെഹ്ർ ബലിയുമായിട്ട് യോജിപ്പിച്ച് പറഞ്ഞു. ഇന്ന സ്വലാത്തി വനുസുക്കി ഫസ്വല്ലി റബ്ബിക വൻഹർ. അപ്പോൾ സ്വലാത്തും നെഹ്റും സ്വലാത്തും നുസുക്കും, നുസുക്ക് എന്ന് പറഞ്ഞാൽ ബലി തന്നെ, നെഹ്ർ എന്ന് പറഞ്ഞാലും ബലി തന്നെ. ഫദല്ല അല അന്നഹു ഇബാദത്തുൻ ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ. അപ്പോൾ ബലി ദബ്ഹ് അറബി എന്നത് അള്ളാഹു അല്ലാത്തവർക്ക് തിരിക്കാൻ പറ്റാത്ത അനുവദനീയമല്ലാത്ത ഒരു ഇബാദത്താണ് എന്ന് അത് അറിയിക്കുന്നു. ഇനി അടുത്ത ഹദീസാണ്. ആ ഹദീസിൻ്റെ വിശദീകരണം പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഖൗലുഹു ബി അർബഇ കലിമാത്തിൻ, 4 വചനങ്ങൾ എന്നോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അലി റളിയല്ലാഹു അൻഹു. യാനി 4 ജുമൽ, 4 ജുംലകൾ. ഫൽ കലിമാത്തു അൽ മുറാദു ബിഹാ അൽ ജുമൽ, ഇവിടെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ ജുമൽ വാക്യങ്ങളാണ്. വഖൗലുഹു, ആ ഹദീസിലെ വചനം ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാനു ലഅനാഹു, ലഅനു എന്ന് പറഞ്ഞാൽ മഅനാഹു അതിൻ്റെ ആശയം അത്തൊർദു വൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് അനുഗ്രഹത്തെ തൊട്ട് ആട്ടിയോടിക്കൽ, ദൂരത്താവൽ എന്നതാണ്. മൻ ദബഹ ലിഗൈരില്ലാ, അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ശാപത്തിന് പാത്രമായവരാരൊക്കെയാണ്? മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവർ. ഐ തഖറബ ബിദ്ദബ്ഹി ലിഗൈരില്ലാഹി മിനൽ അസ്നാം, ബിംബങ്ങളിൽ നിന്ന് അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തി ബിംബങ്ങളുടെ സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നവർ. വമിനൽ അദ്രിഹത്യ, ദർഗകളിൽ അറക്കുന്നവർ, ദർഗകൾക്ക് വേണ്ടി അറക്കുന്നവർ. വമിനൽ അസ്ജാരി വൽ അഹ്ജാർ, ചില മരങ്ങൾക്ക് അതേപോലെ കല്ലുകൾക്ക് ശിലകൾക്ക് വേണ്ടി അറക്കുന്നവർ. വൽ ജിന്നി, ജിന്നുകൾക്ക് വേണ്ടി വാരുതാരിക്കാൻ പറ്റും. ഫകുല്ലു മൻ തഖറബ ബിദ്ദബ്ഹി ഇലാ ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ബലി മുഖേന കുർബ് സാമീപ്യം ഉദ്ദേശിക്കുന്നവരെല്ലാം, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഫഇന്നഹു ഖദ് ലഅനഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അയാളെ ശപിച്ചിരിക്കുന്നു. വഹാദാ യദുല്ലു അലാ ശിദ്ദത്തി ഹാദിഹിൽ ജരീമ, ഈ കുറ്റത്തിൻ്റെ ഗൗരവം ഇത് അറിയിക്കുന്നു. ജരീമത്ത് കുറ്റം. ഫഇന്നല്ലാഹ ജല്ല വഅല, കാരണം അല്ലാഹു ജല്ല വഅല ലാ യൽഅനു, അവൻ ശപിക്കുകയില്ല, ഇല്ലാ അലാ ജരീമത്തിൻ ഖതീറത്തിൻ, ഗൗരവതരമായൊരു കുറ്റത്തിന്മേലല്ലാതെ അള്ളാഹു ശാപം പറയുകയില്ല, ശപിക്കുകയില്ല. ഫദല്ല അലാ ശിദ്ദത്തി ജരീമത്തിൻ മൻ ദബഹ ലിഗൈരില്ലാ, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തിയവൻ എന്താണ്? ഗൗരവതരമായിട്ടുള്ള കുറ്റത്തിലാണ് എന്ന് അതറിയിക്കുന്നു. അയ്യൻകാന ഹാദ ദബ്ഹ കസീറൻ ഔ ഖലീലൻ ജലീലൻ ഔ ഹഖീറൻ, അതിനി കൂടുതൽ അറിവാണെങ്കിലും കുറച്ചറിവാണെങ്കിലും വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലും ഒക്കെ. ذلك بأن يذكر على الذبيحة غير اسم الله, അള്ളാഹു അല്ലാത്തവരുടെ നാമം അറവിൽ ഉപയോഗിക്കുക. ബിസ്മില്ലാഹ് എന്നത് പകരം ബിസ്മി മുഹൈദ്ദീൻ ഷെയ്ഖ് എന്നോ ബിസ്മി ലാത്ത എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞറക്കുക. ഔ യകൂനു ഫി നിയ്യതിഹി വഖൽബിഹി വഇഅ്തിഖാദിഹി അന്നഹു യതഖറബു ബിഹാദിഹി الذبيحة ഇലാ ഗൈരില്ലാ, അല്ലെങ്കിൽ ഈ അറിവ് കൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കും എന്ന് അവൻ്റെ ഹൃദയത്തിൽ നിയ്യത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ വിശ്വസിക്കുക. അതായത് അറിവ് ചിലപ്പം ബിസ്മില്ലാ ചൊല്ലിട്ടേക്കും, പക്ഷേ മുഹിദ്ദീൻ ഷെയ്ഖിലേക്ക് അടുപ്പിക്കാനാണ്, മമ്പറത്ത് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ്, ബദരീങ്ങളിലേക്ക് അടുപ്പിക്കാനാണ്, അവരുടെ സാമീപ്യം കിട്ടാനാണ് ഈ അറിവ് എന്ന് വിചാരിക്കുക. ബിസ്മിയിലേക്ക് തന്നെ അറക്കുന്നത് എന്നാലും. ഔ യുരീദു ബിഹാദിഹി ദബീഹത്തി ദഫ്ഉ ശർരിൻ ഹാദൽ ശർരി ഹാദൽ മദ്ബൂഹി ലഹു, ആർക്ക് വേണ്ടിയാണോ അറക്കുന്നത് അവരുടെ ഷർറ് ഈ അറവ് കൊണ്ട് ഒഴിവാകും എന്ന് ഉദ്ദേശിക്കുക. ഫയുദ്ബഹു ലിൽ ജിന്നി, അല്ലെങ്കിൽ ഫയുദ്ബഹു ലിൽ ജിന്നി, ജിന്നിന് വേണ്ടി അറക്കപ്പെടുക. മിൻ അജ്ലി ദഫ്ഇ ശർരിഹിം, അവരുടെ ആ ജിന്നുകളുടെ പിശാചുക്കളുടെ ഷർറ് ഒഴിവാകാൻ വേണ്ടി. വഖൗഫൻ മിൻഹും, അവരെ ഭയപ്പെട്ടുകൊണ്ടും. അപ്പോൾ ജിന്നിൻ്റെ ഉപദ്രവം തടയാൻ വേണ്ടിയിട്ട്, ജിന്ന് ബാധ തടയാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജിന്നുകൾക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുക. അപ്പോൾ അതെന്താണ്? ഷിർക്കാണ്. ഔ യദ്ബഹു അല്ലെങ്കിൽ യുദ്ബഹു ലിസ്വനമി, അല്ലെങ്കിൽ സ്വനം ബിംബത്തിന് വേണ്ടി അറക്കപ്പെടുക. മിൻ അജ്ലി അന്ന സ്വനമ യജ്രിബു ലഹു അൽ ഖൈർ, യദ്ബഹു എന്നാണെങ്കിൽ അവൻ അറക്കുക എന്നുള്ള അർത്ഥത്തിൽ.
അപ്പോൾ അവന് യദ്ബഹു തന്നെ ആയിരിക്കാം. പിന്നെ അവൻ യദ്ബഹുൽ സ്വനമി അല്ലെങ്കിൽ ബിംബത്തിന് വേണ്ടി അവൻ അറക്കുക. എന്ത് മിൻ അജിലി അന്ന സ്വനമി യദ്ലിബുൽ ഖൈർ, അവന് ഈ ബിംബം എന്ത് ചെയ്യും, വിഗ്രഹം അവൻ നന്മ വരുത്തും എന്ന അർത്ഥത്തിൽ ഉദ്ദേശത്തിൽ അവൻ ബിംബത്തിന് വേണ്ടി അറക്കുക. കമാ യഫ്അലു ബഅദുൽ ജുഹാൽ, ചില ജാഹിലിങ്ങൾ ചെയ്യുന്ന പോലെ. ഇദാ തഅഖറൽ മതറു ദബഹു ബിസൗരിൻ ഔ ഗൈരിഹി മിനൽ ഹയവാൻ, മഴ പിന്തിയാൽ എന്ത് ചെയ്യും, കാളയുടെ അടുത്ത് പോകും ചിലർ, അല്ലെങ്കിൽ അതിൻ്റെ ബിംബം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, രൂപം ഉണ്ടാക്കി അതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ദബഹു ഫി മക്കാനിൻ മുഅയ്യനിൻ, ഒരു നിർണിത സ്ഥലത്ത് വെച്ചിട്ട് അറക്കും. ഔ എന്ത ഖബറിൻ യുരീദൂന നുസൂലൽ മതർ, മഴ ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ദർഗയുടെ അടുത്ത് പോയിട്ട് അറക്കും. വഖദ് യുബ്തലൂന ഫയൻസിലുൽ മതർ, അവർ പരീക്ഷിക്കപ്പെടുന്നു, അപ്പോൾ മഴയും പെയ്യുന്നു. ആ അറിവ് ചെയ്ത് അറിവ് നടത്തി മഴയും പെയ്തു. വതഹ്സുലുഹും ഹാജത്തഹും ഇബ്തിലാഅൻ വ ഇംതിഹാനം മിനല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണം എന്ന നിലക്ക്, ടെസ്റ്റ് എന്ന നിലക്ക് അവരുടെ ആവശ്യം അവർക്ക് ഹാസിലാകുന്നു, അവരുടെ മുറാദ് ഹാസിലാകും, അവരുടെ ഹാജത്ത് ഹാസിലാകുന്നു. വഹാദ ലാ യദുല്ലു അലാ ജവാസി മാ ഫഅലൂഹു, ഇത് അവർ പ്രവർത്തിച്ചത് ശരിയാണ് എന്ന് തെളിയിക്കുന്നില്ല. മിന ശിർക്കി വ തഖർറുബി ലിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരിലേക്കുള്ള സാമീപ്യം ഉദ്ദേശിക്കലും ഷിർക്ക്, അവർ ചിതാശിർക്കാൻ പ്രവർത്തിക്കും, സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ ഇത് അനുവദനീയമാണ് എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ചിലപ്പോൾ ബിംബത്തിന് അർത്ഥത്തിട്ട് അല്ലെങ്കിൽ വിഗ്രഹപൂജ നടത്തിയിട്ട് ചിലപ്പോൾ കാര്യം സാധിച്ചെന്ന് വരും. അത് അള്ളാഹു ഒരു ടെസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അത് സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദീനുൽ ഇസ്ലാമിൽ ഷറാക്കപ്പെട്ട കാര്യം ചെയ്യാവൂ, അല്ല ഞാൻ അവിടെ പോയി അപ്പോൾ അത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോകാം എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഫമൻ ഫഅല ദാലിക ഫഹു മുശ്രിക്കുൻ വമൽഊൻ, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തിയവൻ അവൻ മുശ്രിക്കാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. സവാഉൻ തലഫള വഖാല ഹാദിഹി ദബീഹത്തു ലിൽ ഖബ്രി ഔ ലിൽ ബദവി ഔ ലിസ്സയ്യിദിൽ ഹുസൈൻ ഔ ലിഫുലാനിൻ ഔ ലിഫുലാനിൻ ഔ നവാബി ഖൽബിഹി ഫഖത്ത്, അവൻ അത് ഉച്ചരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. എങ്ങനെ, ഈ അറിവ് ഈ ഖബറിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ അറിവ് ബദവിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ അറിവ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാണ്, അതേ മമ്പർ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ബദരീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മമ്പർത്ത തങ്ങൾക്ക് സിയമടവൂരിന് വേണ്ടിയിട്ടാണ്, മൊഹീദ്ദീൻ ഷേഖിന് വേണ്ടിയാണ്, ഇഫാ ഷേഖിന് വേണ്ടിയാണ് എന്ന് അവൻ പറഞ്ഞാലും ശരി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, അത് ഉദ്ദേശിച്ചാലും മതി, മനസ്സിൽ വിചാരിച്ചാലും മതി. അവൻ നവാ ബി ഖൽബിഹി ഫഖത്ത്, അവൻ ഖൽബ് കൊണ്ട് ഉദ്ദേശിച്ചാൽ മാത്രം ആണെങ്കിലും, നാവുകൊണ്ട് പറഞ്ഞാലും അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് ഉദ്ദേശിക്കുക മാത്രം ചെയ്താലും എന്നർത്ഥം. വഹാദിഹി ദബീഹത്തു ഹറാം, ഈ അറിവ് ഹറാമാണ്. ലിഅൻഹാ തദ്ഖുലു മിൻ ഫീ ഖൗലിഹി, കാരണം ഇത് അള്ളാഹുവിൻ്റെ വചനത്തിൽ പ്രവേശപ്പെടും. എന്ത്, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടത്, പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. ഫമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി യശ്മലു മാ ദുബിഹ ബിസ്മി ഗൈരില്ലാഹ്, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമം അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിച്ച് അറക്കപ്പെട്ടത് പെടും. വയഷ്മലു മാതുബിഹ ബിസ്മില്ലാഹി വയുൻവാ ബിഹി അസ്വനമു അവിൽ ജിന്നു അവിൽ അഫാരീത്ത്, അല്ലെങ്കിൽ ബിംബം, ജിന്ന്, അഫാരീത്തുകൾ, ഇഫ്രീത്തുകൾ, ഇതിനൊക്കെ ഉദ്ദേശിക്കാം. ബിസ്മില്ല എന്ന് ചൊല്ലുന്നുണ്ട്, പക്ഷേ അറക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മൊഹീദ്ദീൻ ഷേഖിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷേഖിന് വേണ്ടി, നബിക്ക് വേണ്ടി, വലിയതിന് വേണ്ടി, മരിച്ചുപോയ ഒരാൾക്ക് മഹാന് വേണ്ടിയിട്ട് അവരുടെ സമീപം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. ബിസ്മിലേക്ക് തന്നെ അറക്കുന്നത്, പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പോൾ അതും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടത് പെടും. വൽ മുഷഅ്വിദൂന അൽ ആന, ഇക്കാലത്ത് മന്ത്രവാദികൾ, ഇദാ ജാഅഹുൽ മർള, അവരുടെ അടുത്ത് രോഗി വന്നാൽ യഅ്മുറൂനഹും ബിദ്ദബീഹി ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കാൻ വേണ്ടി കൽപ്പിക്കും. ലി അജ്ലി അൻ യശ്ഫൂ മിൻ മർദിഹിം, അവരുടെ രോഗത്തിൽ നിന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ട്. അതൊന്നും പാടില്ല എന്നർത്ഥം. വയദ്ഖുലു ഫി ദബീഹി ലിഗൈരില്ലാഹി അസ്നാഫ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവിൽ പല ഇനങ്ങൾ പെടും. മാദുബിഹി ലിഗൈരില്ലാഹി അലാ വജ്ഹി തഖർറുബി, സാമീപ്യം, ഖുർബ് ഉദ്ദേശിച്ചുകൊണ്ട് അറക്കുക, അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട്. വലൗ ഖീല അലൈഹി ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞാലും വഹദ ഹറാമൻ ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇജ്മാ പ്രകാരം ഇത് ഹറാമാണ്. വഹുവ ശിർക്കും ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജല്ലിൽ ഷിർക്ക് വെക്കലാണത്. വമാദുബിഹ ലില്ലഹ്മി വസുമ്മി അലൈഹി ബിഗൈരി ബിസ്മില്ലാഹ്, അതേപോലെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് അറക്കപ്പെട്ടത്, പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ നാമമാണ് ഉച്ചരിച്ചത്. വേറെ ആരെയും ഖുർബ് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചർത്തു. അപ്പോൾ അതും പാടില്ല, അതൊന്നാനും പാടില്ല.
ഒമാതുബിഹ മിൻ അജിലി തഹിയ്യത്തി വ തഅദീം, ആദരവ് ഉദ്ദേശിച്ചർത്തു. മിസ്ലു ഉദാഹരണം അള്ളാഹു അല്ലാത്തവരുടെ ആദരവ് ഉദ്ദേശിച്ച് മാ യുദ്ബഹു ലിൽ മുലൂക്കി വർ റുഅസാഇ ഇൻദ ഖുദൂമിഹിം ഇദാ നസല മിന ത്വാഇറ ഔ മിന സയ്യാറ ഔ മിന ദാബ്ബ, മൃഗത്തിൻ്റെ പുറത്തു നിന്ന് അല്ലെങ്കിൽ കാറിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് നേതാക്കന്മാർ രാജാക്കന്മാർ ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തുക, അത് ഷിർക്കാണ്. അതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടതിൽ പെടും. ദുബിഹു ദബഹു ഇന്ദ നുസൂലിഹി, അവർ ഇറങ്ങി വരുമ്പോൾ അറക്കുക. ഒമായുദ്ബഹു ഇന്ദൽ ഇബ്തിദാഇൽ മഷ്റൂ, ഒരു കാര്യം തുടങ്ങുമ്പോൾ അറക്കുക. ഫബഅദുൽ ജുഹാൽ, ചില ജാഹിലീങ്ങൾ, ഔ ബഅദുൽ ലദീന ലാ യുബാലൂൻ, അല്ലെങ്കിൽ കാര്യം അത് വിഷയാക്കാത്തവർ, ഇദാ അൻശഉ മഷ്റൂഅൻ മുസന്നഅൻ മസ്നാന്നേക്കാരൻ ഔ ഗൈരി ദാലിക യദ്ബഹുന ഇന്ദ തഹരീക്കിൽ ആല. അപ്പം എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ, ഒരു ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ തുടങ്ങുമ്പോൾ, ഒരു പദ്ധതിയൊക്കെ തുടങ്ങുമ്പോൾ അപ്പോൾ ഒരു അറിവ് നടത്തുക. അതിന് ഉള്ള ബറക്കത്ത് ഉദ്ദേശിച്ചു. മറ്റൊക്കെ ഒമായുദ്ബഹു ഇന്ദ അവ്വലി നുസൂലിൽ ബൈത്തി ഖൗഫൻ മിനൽ ജിന്നി, അതേപോലെ വീട് കയറി താമസം, വീട് ഗൃഹപ്രവേശ സമയത്ത് ജിന്നിൻ്റെ ശല്യം, പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് ഭയന്നുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജിന്നിന് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറക്കുക. വഹാദാ ഷിർക്കുൻ, ഇത് ഷിർക്കാണ്. ലിഅന്നഹു മിമ്മാ ദുബിഹ ലിഗൈരില്ലാഹി അസ്സ വജൽ, കാരണം അത് അള്ളാഹു അസ്സ വജലിന് അല്ലാതെ അറുക്കപ്പെട്ടതാണ്. അമ്മാ ഇദാ ദുബിഹ ദബീഹത്തൻ ഇൻദ നുസൂലിൽ ബൈത്തി മിൻ ബാബിൽ ഫറഹി വസ്സുറൂർ, എന്നാൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വീട് കൂടുമ്പോൾ ഗൃഹപ്രവേശ സമയത്ത് അർത്താൽ വദഅവത്തിൽ ജീറാനി വൽ അഖാരിബ്, അതേപോലെ അയൽബക്കാരെ ബന്ധുക്കളൊക്കെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അർത്ഥതാണെങ്കിൽ ഫഹാദാ ലാ ബഅ്സ ബിഹി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്.